Hi, Namaste. Welcome back viewers. Welcome back to my channel WinTrader. Out of the money options-ൽ നമുക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാം. അപ്പം നമുക്കൊരു ട്രേഡ് എടുത്ത് നമുക്ക് ചിലപ്പം ട്രേഡ് എടുത്തിരിക്കുന്ന സമയത്തായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് പോയി നമുക്ക് ഒരുപാട് ലോസിലേക്ക് പോകുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ദ മണിയിൽ എടുക്കുന്ന സമയത്ത് അതേപോലെ ലോസിലേക്ക് പോകുന്ന ഒരുപാട് നമുക്ക് ഒക്കേഷൻസ് ഉണ്ടാകാം. അപ്പോൾ അതുപോലത്തെ ഓപ്ഷനുകൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട്, അതായത് സക്സസ് ആയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം. അഥവാ നമുക്ക് മാർക്കറ്റ് ലോസിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് ആക്ച്വലി അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ആക്ച്വലി മാർക്കറ്റ് ഇനിയും തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് പെർഫോമൻസ്, ഇന്നത്തെ പെർഫോമൻസിലൂടെ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയിൽ ഇന്നത്തെ ട്രേഡ് 44,400 ഓപ്ഷൻ മോർണിംഗിൽ തന്നെ നമുക്ക് മോർണിംഗിൽ പ്രോഫിറ്റ്, അതായത് മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങിയിരുന്നു ബാങ്ക് നിഫ്റ്റി, പക്ഷേ നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് കിട്ടാതെ തിരിച്ച് കയറിയിട്ടാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഓപ്ഷൻസിലൊക്കെ നമുക്ക് ആക്ച്വലി നല്ലൊരു ലോസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുപോലത്തെ ഓപ്ഷൻസ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കണോ, തിരിച്ച് കയറുമോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ 44,400 നമുക്കൊരു 11:30 കഴിഞ്ഞിട്ട് 35 കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി മാർക്കറ്റ് ബൈ ടെന്നിലേക്ക് കയറിയിരുന്നു. അപ്പോൾ ഒരു 80-85 നമ്മൾ ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 191 വരെ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഒരു 1,665 റുപ്പീസോളം നമുക്ക് ഒരു ലോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ലോട്ടിലേക്കാണ് നല്ലൊരു 8,000 റുപ്പീസൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനുള്ളൊരു വകുപ്പ് നമുക്ക് ഇന്നത്തെ ട്രേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് ആക്ച്വലി വീഡിയോ കണ്ടുക. അതേപോലെ നമ്മുടെ ലൈവ് ഡെമോൺസ്ട്രേഷനായിട്ട് നിങ്ങൾ എടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ട്രേഡിങ് ഞാൻ കാണിച്ചു തരാം. നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ബ്രേക്കർ ലൈനിൽ മാർക്കറ്റിൽ നിന്ന് ഇൻട്രാഡേക്ക് ഓപ്പണായി. അപ്പോൾ ഒരു ബൈസിക്കിളിന് ആക്ച്വലി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈസിക്കിളിനുണ്ട് 44 വന്നിട്ടുണ്ട്. അതിൻ്റെ എൻട്രി പോയിൻറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ്സ് താഴെ. അപ്പോൾ 3 ടാർഗറ്റിൽ ഫസ്റ്റ് ടാർഗറ്റ് ലാസ്റ്റത്തെ ഹിറ്റായിട്ടുണ്ട്. അതിന് മുമ്പ് വന്ന സെൽ സിഗ്നൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 11:35 കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ മോർണിംഗിൽ തന്നെ സെല്ല് ഉണ്ടായിരുന്നു, സെല്ല് കൺഫേമും ആയിരുന്നു. എന്നിട്ടും മാർക്കറ്റ് റിവേഴ്സ് പോയിട്ടാണ് തിരിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേഡുകൾ നമ്മൾ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ റിവേഴ്സിൽ നമുക്ക് ആക്ച്വലി നമുക്ക് പെട്ടെന്ന് ഹിറ്റ്, അതായത് നമുക്ക് സെൽ ഹിറ്റാനുള്ള സാധ്യതയും ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ നമുക്ക് എടുക്കുമ്പോൾ കൂടുതൽ ലോസിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പം OTM നമുക്ക് ആക്ച്വലി പ്രീമിയം ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോൾ ലോസും കാണിക്കാം, ലോസിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ അതുപോലത്തെ ട്രേഡുകൾ നമുക്ക് ആക്ച്വലി വളരെ അധികം നമുക്ക് ആക്ച്വലി ലോസിലേക്ക് പോവുകയും നമുക്ക് ആക്ച്വലി നമ്മുടെ ക്യാപിറ്റൽ തന്നെ ഒരുപാട് നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്കുണ്ടാകും. മെയിനായിട്ട് നമ്മൾ ഓപ്ഷൻസ് എടുക്കുന്ന സമയത്ത്, അതായത് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ ആണെങ്കിലും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ കൺഫർമേഷൻ നോക്കിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പം അതിനകത്ത് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസിൽ അതിൻ്റെ പ്രീമിയം ചാർട്ടിൽ അതിൻ്റെ എൻട്രിയും കൊടുത്തിട്ടുണ്ടാവും, ടാർഗറ്റും ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഡയറക്റ്റായിട്ട് സിഗ്നൽസ് അതിനകത്ത് നമുക്ക് കൺഫർമേഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സിഗ്നൽ ജനറേറ്റ് ആയി നമുക്ക് ബ്രേക്കൗട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ കയറി ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ആക്ച്വലി ക്യാഷിലും ഫ്യൂച്ചറിലും രണ്ട് ട്രെൻഡാണ് ഇന്ന് കാണിച്ചിരുന്നത്. അപ്പം നമുക്ക് ക്യാഷ് കോൺട്രാക്റ്റിൽ നോക്കുകയാണെങ്കിൽ സെല്ല് നമുക്ക് ആക്ച്വലി നമുക്ക് വന്നിരിക്കുന്ന 11:35 കഴിഞ്ഞതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ നമുക്ക് നേരത്തെ തന്നെ സെല്ല് തന്നിട്ടുണ്ട്. അതേപോലെ നിഫ്റ്റിയിൽ ആ സമയത്തൊരു ട്രേഡ് കിട്ടിയിരുന്നില്ല. നിഫ്റ്റിയിൽ നമുക്ക് സെല്ല് കഴിഞ്ഞ് വന്നത് കുറേ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ രാവിലെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി വന്നത് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം രാവിലെ ഒരു ബൈട്ടണിലേക്ക് പോയിരുന്നത്. അവിടെ നമുക്കൊരു സിഗ്നൽസ് നമുക്ക് ഫോം ആയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആക്ച്വലി സിഗ്നൽസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സിഗ്നൽസ് വന്ന് കൺഫേം ആയതിനു ശേഷം മാത്രം എടുക്കുക. ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഒരു സെല്ലായിക്കോട്ടെ ഒരു ബൈ ആയിക്കോട്ടെ സോഫ്റ്റ്വെയർ തരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽസ് അലേർട്ട് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ എല്ലാം മുകളിലും താഴെയും, അതായത് അതിൻ്റെ എൻട്രി പോയിൻ്റ്, ടാർഗറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മുകളിലുണ്ടാവും, താഴെ ഉണ്ടാവും. പക്ഷേ എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ ചെക്ക് ചെയ്യുക, ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കുക, പ്രൈസ് ഇൻ ബൈ സോൺ നോക്കിയതിന് ശേഷം ഇതുപോലെ രണ്ടും എഗെയിൻസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചറും ക്യാഷും അതേപോലെ നിഫ്റ്റി എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി പ്രോപ്പർ ബ്രേക്കൗട്ട് പോയതിന് ശേഷം, അതായത് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്കിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ആ സമയത്ത് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, നമുക്ക് ആക്ച്വലി കൺഫർമേഷനും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് തിരിച്ച് കയറിയതിന് ശേഷമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം, കാരണം മാർക്കറ്റ് കൺസോളിഡേഷനാണ്.
അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി സിഗ്നൽസ്, അതായത് നമുക്ക് രണ്ടിലും ഒരേപോലെ പോകുന്ന സിഗ്നൽസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി 11:35 പ്രോപ്പർ ബ്രേക്കൗട്ട് പോയതും ആ സിഗ്നൽസ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ആക്ച്വലി സിഗ്നൽസ് സെല്ലിലേക്ക് കയറിയ ശേഷമാണ് നമുക്ക് സിഗ്നൽ, അതായത് സെൽ സോണിലേക്ക് കടന്നതിന് ശേഷമാണ് നമുക്ക് സിഗ്നൽസ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ആ പോർഷൻ തന്നെ എടുക്കാമായിരുന്നു. ആ പോർഷൻ നമ്മൾ 44,485 നമുക്ക് ആക്ച്വലി നമുക്ക് ബ്രേക്കൗട്ട് പോയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആക്ച്വലി 44,400 നമ്മൾ ഓപ്ഷൻ എടുത്തു. അത് ഔട്ട് ഓഫ് ദ മണിയിൽ നമ്മൾ എടുത്തു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബൈ സിഗ്നൽ തന്നിട്ടുണ്ട്. ആ സമയത്ത് ബൈ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ കൺഫേം ആയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെയും കൺഫേം ആയിക്കോളും. പിന്നെ കൺഫർമേഷൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ആ ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ട്രേഡ് എടുക്കാം. അപ്പോൾ ഒരു 80-85 ആ റേഞ്ചിൽ നമ്മൾ എടുത്തിരുന്നെങ്കിൽ നേരെ കയറി ആ മോർണിംഗ് ആ കയറ്റം കയറിയത് 134 നമുക്ക് എൻഡ് ചെയ്തത്. അത് കഴിഞ്ഞൊന്ന് പുൾ ബാക്ക് വന്ന് നല്ല തിരിച്ചു വന്നത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് തിരിച്ച് എഗെയിൻ കയറുമ്പോൾ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് അവിടെ ആക്ച്വലി സെല്ലിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഹോൾഡ് ചെയ്ത് വെക്കാം. ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ എൻട്രി എടുത്താൽ മതി. അഥവാ നമ്മൾ മിസ്റ്റേക്ക്ലി ഒരു ഓപ്ഷൻ എടുത്ത് ഇപ്പോൾ ഇവിടെ സിഗ്നൽസ് വന്നു കൺഫേം ആയി നമ്മൾ ഫ്യൂച്ചർ മാത്രമേ നോക്കിയുള്ളൂ, നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ് നമുക്ക് സൈഡ് വേസിൽ തരും. അപ്പോൾ ഈ സൈഡ് വേസിൽ തന്നാൽ നമ്മൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്ത് ഇറങ്ങിയേക്കും. അതായത് കളർ ചേഞ്ച് നമ്മുടെ സോഫ്റ്റ്വെയർ തന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റിവേഴ്സ് ചാൻസ് ആണ്. ആ പോയിന്റിൽ നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ഒരുപാട് നമുക്ക് ലോസ് ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അർത്ഥമില്ല. നമുക്കവിടെ കട്ട് ചെയ്തിട്ട് തിരിച്ച് പിന്നെയും ഇറങ്ങി നമുക്ക് രണ്ടാമത് റീ എൻട്രി തരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത് എൻട്രി എടുത്താൽ മതി. അപ്പോൾ അതിനുള്ളൊരു അവസരം നമ്മുടെ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പോൾ സൈഡ് വേസ് എക്സ്ട്രാ കളേഴ്സ് കാണിക്കുന്ന നമുക്ക് സൈഡ് വേസും ട്രെൻഡ് ലൈൻ വേസുള്ള മൊമെൻറ്റ് സോഫ്റ്റ്വെയർ തരുന്നത് മാർക്കറ്റ് പുൾ ബാക്കുമാണ്. അപ്പോൾ ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ എടുക്കുമ്പം പെട്ടെന്ന് റിവേഴ്സ് പോകാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ആക്ച്വലി ആ ട്രെൻഡ് ലൈൻ വൈസ് കുറച്ചൊന്ന് കയറാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്കവിടെ കട്ട് ചെയ്ത് നമുക്ക് ഇറങ്ങാനുള്ളൊരു അവസരം സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പോൾ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒരുപാട് ലോസ് ഇല്ലാത്ത രീതി കട്ട് ചെയ്യാം. പിന്നീട് തിരിച്ച് ബ്രേക്കൗട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി രണ്ടാമതൊരു എൻട്രി കിട്ടും. അപ്പം ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്ന സിറ്റുവേഷൻസിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എപ്പോഴും ഒരു കൺസോൾട്ടേഷൻ ചാൻസ് അവിടെ ഉണ്ട്. അവിടെ മോർണിംഗിൽ ട്രൈ ചെയ്യാതെ നമുക്ക് കുറച്ച് രണ്ടും ബ്രേക്കൗട്ട് പോകുന്നതിന് വെയിറ്റ് ചെയ്തെടുക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതുപോലത്തെ ഓപ്ഷൻ അത് നമുക്ക് ചാർട്ട് അനാലിസിസ് വഴിയേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ആക്ച്വലി ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2-3 ചാർട്ടും കൂടെ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എഗെയിൻസ്റ്റ് ആയിട്ട് ട്രെൻഡ് പോകുന്ന സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് കുറച്ച് കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് പോകും, അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിഫിക്കേഷൻ നമുക്ക് കിട്ടും. അപ്പം അതിൽ നോക്കണം എന്നല്ല പറയുന്നത്, അതിലൊന്ന് റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു എഗെയിൻസ്റ്റ് ട്രെൻഡായിട്ട് നിൽക്കണം, മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ്, അവിടെ നിന്ന് റിസ്കി ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് പോകുന്ന സമയത്ത് ഒരുപാട് നമുക്ക് റിവേഴ്സ് പോകാതെ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ളൊരു അവസരം നമ്മുടെ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അത് മെസ്സേജ് അലേർട്ടായിട്ടും തരും, കളർ കോമ്പിനേഷനായിട്ടും നമ്മുടെ സോഫ്റ്റ്വെയർ തരും. സിമ്പിളാണ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ബാങ്ക് നിഫ്റ്റി കൺഫേം ആണെങ്കിൽ പിന്നെ നമുക്ക് ഓപ്ഷനിൽ കൺഫേം നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് കയറി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഔട്ട് ഓഫ് ദ മണിയിൽ നമുക്ക് 44,400 ബൈ 11:35 വന്ന സെൽ സിഗ്നൽ നമ്മൾ ബൈ കയറി നല്ല രീതിയിൽ ബ്രേക്കൗട്ട് പോയി നമുക്ക് സോഫ്റ്റ്വെയർ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് കൺഫേം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ട്രേഡ് എടുത്ത് പോവുക. അപ്പം ക്യാൻഡിൽ കളർ നോക്കുക, കൺഫർമേഷൻ ബാർ, പ്രൈസ് ഇൻ ബൈ സോൺ അല്ലെങ്കിൽ സെല്ലാണെങ്കിൽ സെൽ സോൺ, ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ആക്യുറസി ലെവലുണ്ടത് റെസിസ്റ്റൻസിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ചില സിറ്റുവേഷൻസ്, അതായത് എല്ലാ സിറ്റുവേഷനിലും അങ്ങനെയാണെന്ന് പറയുന്നില്ല, ചില സിറ്റുവേഷൻസിൽ നമുക്ക് ആക്ച്വലി ബ്രേക്കൗട്ടും കൂടെ നോക്കിയിട്ടെടുക്കുന്ന കുറച്ചുകൂടെ നമുക്ക് ഒരുപാട് ലോസിലേക്ക് പോകുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവിൽ നിങ്ങളൊരു ഡെമോ ചെക്ക് ചെയ്ത് തരുമ്പോൾ, ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. താങ്ക് യു.